ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം റന ഫാത്തിമ. ഹായ് ഹായ്ഡാ. അപ്പം ബിഗ് ബോസ് സീസൺ 7 50th ഡേ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പുറത്താക്കിയെന്ന് പറയടാ, പുറത്തിറങ്ങിയെന്ന് പറയാതെ. ഏറ്റവും ഒരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ ഇറങ്ങിയിട്ട് കരഞ്ഞില്ല. വലിയൊരു സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. ആ കൊച്ചാ സ്റ്റേജിൽ നിന്ന് കരയുന്നുണ്ട്, വല്ല കണ്ണി കുരുവാണോ? എന്തുകൊണ്ടായിരിക്കും തന്നെ എവിക്റ്റ് ആയിട്ടുണ്ടാവുക? 19 ദിവസത്തിനകത്തുള്ളൊരു കൊച്ചിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ? ഇവിടുന്ന് എല്ലാവരും എന്നെ എവിക്റ്റ് ആക്കി. Because you were just sitting there, just. ആശാനെ, ഞാൻ രസയാണ്, നാറ്റിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല. Because you were just sitting there, just judging everybody. ഇരുന്ന് എല്ലാരെയും judging ഇങ്ങനെ ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു. You felt so? I didn't feel. I understood. Oh, really? Yeah, I did. That's kind of judgment. ആണെങ്കിലും ആരോടാണെങ്കിലും റെസ്പെക്ട്ഫുള്ളി സംസാരിക്കാൻ പഠിക്കണ്ടേ? എന്റെ അടുത്തുനിന്ന് പഠിക്കുന്നെങ്കിൽ വരേണ്ട ഗുണമൊന്നും നിങ്ങളിൽ ഇല്ലാതാനും. ഫസ്റ്റ് ഓഫ് ഓൾ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്നാലും എങ്ങനെയാ എന്റെ പൊന്നളിയാ, നിന്റെ സംഘടനപ്പെട്ടവർക്ക് മാക്സിമം വെറുപ്പ് നീ ഒരാളായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്തിട്ടുണ്ട്. എന്തായാലും ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. നിങ്ങളെ മക്കളെ നാളെ ട്രാൻസ്ഫോമറിനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ സ്വീകരിക്കുവോ? ഇല്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇല്ല. എനിക്ക് ഒന്ന് ഇപ്പൊ ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ് പെണ്ണാണ്, ഞങ്ങൾ കല്യാണം കഴിച്ച് നമുക്കൊരു കുട്ടിയായി നമ്മൾ ട്രാൻസ്ഫർ തിരിച്ചു കൊടുക്കും. ഇല്ല. ഇല്ലയോടാ, അതെന്താ? അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞുണ്ടാവാനാ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. സാമാൻ ഉറഞ്ഞാൽ തീ വരും. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?